അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഒരു റോബ്ലോക്സിൻ്റെ വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ 3 ആഴ്ചയ്ക്ക് മേലായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ വീഡിയോ എന്ന് തോന്നുന്നു. അത് ഏകദേശം ഒരു 3 ആഴ്ചകൾക്ക് മുമ്പാണ് ഞാൻ ചെയ്തത്, നവംബറിലും കണ്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് പനിയൊക്കെ ആയിരുന്നു, നമ്മൾ ഒരാഴ്ച പനിയൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് എക്സാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ കാര്യം വിട്ടുപോയി ഒരാഴ്ചത്തേക്ക്. സോ ഇപ്പോൾ റോബ്ലോക്സിൽ നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് സ്വിം ഫോർ മണി എന്നൊരു ഗെയിമാണ് കേട്ടോ. അപ്പോൾ റോബ്ലോക്സ് ജസ്റ്റ് കളിക്കാൻ എടുത്തപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്നൊരു മൈൻഡ് ഇപ്പോൾ തോന്നിയത്. അപ്പം നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. സ്വിം ഫോർ മണി എന്ന് ഞാൻ ഈ സംഭവം ഞാൻ റോബ്ലോക്സിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയതാണ്. മണിക്ക് വേണ്ടി നമ്മൾ സ്വിം ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മുടെ സ്പീഡ് കണ്ടോ, ഭയങ്കര കുറവാണ് സ്പീഡ്. സൈഡിൽ നിങ്ങൾക്ക് ക്യാഷ് കളക്ട് ചെയ്യാൻ കാണാൻ പറ്റുന്നുണ്ട്. 14. എനിക്കൊന്ന് നമ്മൾ ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നു. ഓക്കെ, ഫ്ലിപ്പ് ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ. 25 റുപ്പീസ് വേണം സ്പീക്കേഴ്സ് മേടിക്കാൻ. നമുക്ക് ഓട്ടോ സിമ്മ കൊടുക്കണ്ട. റോബ്ലോക്സിൽ എനിക്കിഷ്ടമുള്ള വേറെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ ഗൈസ്. കാരണം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാതെന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പകുതിക്കെത്തി. ക്ലൈംബ് ആൻഡ് ജംപ് ടവറൊക്കെ ഞാൻ കളിച്ച് പകുതിക്കെത്തി. പിന്നെ നമ്മുടെ ജിം സ്റ്റാർ സിമുലേറ്ററൊക്കെ കളിച്ച് പകുതിക്കെത്തി. പിന്നെ നമ്മുടെ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കാനാണ് വിചാരിക്കുന്നത്. ഒറ്റയ്ക്ക് കളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സംഭവം. സോ അത് നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചാനലൊക്കെ ഒന്ന് സെറ്റ് ആകണം, അത് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാനാണ് പ്ലാൻ. പിന്നെ സ്വിം ടു സേവ് ദ പ്രിൻസസ് അതൊക്കെ അത് അത്രയ്ക്ക് എത്തിയിട്ടില്ല. വേണമെങ്കിൽ നമ്മളതിൻ്റെ വീഡിയോ ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ നമ്മളതിൻ്റെ വീഡിയോ ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ ഫിനിഷ് പാലിലേക്ക് പോവാം. ഇതിൽ പെറ്റിനൊക്കെ മേടിക്കാൻ കിട്ടണം നമുക്ക്. ഇതിന് 80 രൂപയാണ്. 80 രൂപയാണ് ഡോളറാണ് അറിഞ്ഞൂടാ. ഈ ബീച്ചിലൊക്കെ പോണ ആൾക്കാരൊക്കെ യൂസ് ചെയ്യേണ്ട സാധനം കേട്ടോ ഇത്. ഇവിടെ എഗ്ഗൊക്കെ ഉണ്ട്. 200 ഇവിടെ എഗ്ഗ് ഉണ്ട്, 15K എഗ്ഗ് ഉണ്ട്, 500K എഗ്ഗ് ഉണ്ട് കേട്ടോ. ഗൈസ് 100 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ലക്ക് പോർഷനൊക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, $100 ഇല്ലേ, $100 $128 ഉണ്ട്. നമുക്ക് 80 കടി സാധനം മേടിക്കാം. ഇതിന് 180 രൂപ കേട്ടോ. പ്രൊപ്പല്ലർ ഫ്ലിപ്പേഴ്സ്. നമുക്കൊരു സ്പിന്നൊക്കെ ഉണ്ട്, സ്പിൻ ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ലക്ക് പോർഷൻ തന്നെയാണ് ഗൈസ് വേണ്ടി കിട്ടിയത്. ലക്ക് പോർഷൻ ഒന്നും 500 കോയിൻസ്. നമുക്കൊരു എഗ്ഗ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു 200 എഗ്ഗ് ഓപ്പൺ ചെയ്യാം. ഗൈസ് തുടക്കം നമുക്ക് ലെജൻഡറി ആടാ കിട്ടിയത്. ബണ്ണി എത്ര ഡോളർ തരും, ഇത് എത്ര ഡോളർ തരും എനിക്കറിയില്ല കേട്ടോ. അവിടെ ഗൈസ് നമുക്ക് മറ്റേ പ്രൊപ്പലർ ഫ്ലിപ്പേഴ്സും കൂടി മേടിക്കാം കേട്ടോ.
വേവ് ക്ലിപ്പേഴ്സിന് നമുക്ക് $700 കൊടുക്കണം. $700 നമ്മുടെ കയ്യിലില്ല. അപ്പം ക്യാഷ് കുറച്ച് സ്പീഡിൽ കയറുന്നുണ്ടെന്ന് തോന്നുന്നു. $200 ആയിട്ടോ ഗൈസ്. പാരീസിലുള്ള ഐഫിൽ ടവറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്തിനാണോ അതായത് ക്ലൈംബ് ആൻഡ് ജംപ് ടവറിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യണം. എന്നാൽ നമ്മളതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാം. മുമ്പിൽ ഇന്ത്യ ഗേറ്റൊക്കെ കാണാണ്ട്. നമ്മൾ മുമ്പിൽ പോകണം നല്ല സ്പീഡിലാട്ടോ പോകണേ. അവർക്ക് നല്ല ലെവലുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. 1K ഒക്കെ ഉണ്ട്, 1.5K, 1.12K ഒക്കെ. സോ നമുക്ക് ഒരു എഗ് ഓപ്പൺ ചെയ്യാം. ഡോഗാണ് ഗൈസ്, കോമൺ. എപ്പിക്കടെ ചിക്കനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വറുത്തരച്ച് കോഴിക്കറി വെച്ച് തിന്നാം ഗൈസ്. ഈ പെറ്റ്സിനെ മാത്രമേ കാണിക്കണില്ല, അവർ എത്ര $1 തരുന്നൊന്നും കാണിക്കണില്ല. $700 നമുക്ക് സാധനം മേടിക്കാം. ഓക്കെ, ഇത് എത്ര $1 തരുന്നൊന്നും പറയണില്ല, ആകെ എന്തൊക്കെയോ കാണിക്കണ്ട അവിടെ. ലാമ്പ് OP. ആവശ്യത്തിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഓഫ്, ഞാൻ അറിയാതെ മറ്റേത് കൊടുത്തു. എടാ പെട്ടെന്ന് മണി കയറണം, പൈസ ഒക്കെ പെട്ടെന്ന് കയറണം. ലാമ്പുള്ളതുകൊണ്ടാണ് പൈസ. ഇനി ചെറിയ ബഗ് എന്താ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക്, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് വേറെ ഒരു സംഭവം കാണാൻ പറ്റും. ഇതിൽ ഞാനാണ് എനിക്ക് പോലും അറിഞ്ഞൂടാ കേട്ടോ. കുറേ പേര് കയറി പോകുന്നുണ്ട് കേട്ടോ. 11 കയറ്റി നമ്മൾ. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എനിക്ക് ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ അന്ന് കളിച്ചതിന് ശേഷം അറിയാതെ ഞാനത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്ത കണ്ടൻറ്റ് ഫുൾ എനിക്കൊന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തിട്ട് വേണം എനിക്ക് സെറ്റാക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഞാൻ റോബ്ലോക്സ് കളിക്കാൻ എടുത്തോണ്ട് ഞാൻ ഈ ഗെയിം കണ്ടു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, എന്താ പറയണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ അധികം സബ്ബൊന്നും ചെയ്യണില്ല കേട്ടോ. നിങ്ങളെല്ലാം സബ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വീഡിയോ കാണാം. നമ്മുടെ വീഡിയോ കുറേ പേര് കാണുന്നുണ്ട്. ഞാനെപ്പോഴും ഈ സംഭവം ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, കുറച്ച് പേരൊക്കെ വ്യൂസൊക്കെ ഉള്ള, കുറേ പേര് ലൈക്ക് ചെയ്യണില്ല, കമൻറ്റ് ചെയ്യണില്ല, സബ്ബൊന്നും ചെയ്യണില്ല. നിങ്ങൾ കാണണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഗൈസ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടൊക്കെയല്ലേ വീഡിയോ ചെയ്യണം. നിങ്ങളെന്താ ലൈക്കും കമൻറ്റും ഷെയറൊന്നും ചെയ്യാതെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയണില്ലേ, നിങ്ങളൊന്ന് സബ് ചെയ്യും. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഫ്രീ ആകുമ്പോൾ മാത്രം നമ്മൾ കോൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യും. അതായത് അടുപ്പിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഈ വെക്കേഷൻ ടൈം അടുപ്പിച്ചൊരു 1 വീക്ക് 2 വീക്കൊക്കെ ഹോളിഡേ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കോൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാം. അടുപ്പിച്ചൊക്കെ വീഡിയോ ചെയ്യാം.
ഈ ക്ലാസ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം വീഡിയോ ചെയ്യാൻ പറ്റില്ല എപ്പോഴെപ്പോഴൊക്കെ. പഠിക്കാനും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഞാൻ കോൺസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാണ്ടിരുന്നത് 3 ആഴ്ചയായിട്ട്. എനിക്ക് എക്സാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് 1 വീക്കൊക്കെ പനി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. 25K എത്തി കേട്ടോ ഗൈസ്. സോ നമുക്ക് തിരിച്ചു പോവാം. $21K. ജസ്റ്റ് നമുക്ക് 15Kയുടെ എഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് പിന്നത്തെ സംഭവത്തിൽ പിന്നത്തെ സ്വിം ചെയ്ത് വരുമ്പോൾ നമുക്ക് എഗ് ഓപ്പൺ ഫ്ലിപ്പേഴ്സ് മേടിക്കണ്ടോ. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇവിടെ റയറായിട്ടുള്ള ബീനിയെ കിട്ടി. എന്ത് കഷ്ടമാണ് ഗൈസ്. ഒരു മിനിറ്റ്. എടാ എനിക്ക് തോന്നുന്നു ലാമ്പ് ഓപ്പിയാന്ന് തോന്നണം. മറ്റേ ലാമ്പിനെ ഞാൻ മറ്റേ ദി റിവാർഡ്സിൽ നിന്നാണ് ഞാൻ കളക്ട് ചെയ്തത്. ഇവിടെ ലാമ്പ് നിങ്ങൾക്ക് ഓപ്പിന്ന് കാണാൻ പറ്റും. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടെ. ആവശ്യത്തിന് നമുക്ക് ഡിലീറ്റ് ചെയ്യണ്ടോ. വെറുതെ എന്തിനാ വെറുതെ നമ്മളെന്തിനാ അതൊക്കെ വെക്കണം. ആവശ്യത്തെ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാട്ടോ. ഈ റോബ്ലോക്സ് കളിക്കണ കുറേ പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോയിലൊരു പാർട്ടാവണമെങ്കിൽ ഞാൻ കളിക്കണ സമയത്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഞാൻ നാളെ ഈവനിങ് റോബ്ലോക്സിൻ്റെ തന്നെ വീഡിയോ ചെയ്യും. നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഒരു പാർട്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, റോബ്ലോക്സാണ് നമ്മൾ നാളെ കളിക്കണത്. റോബ്ലോക്സിൽ നമുക്ക് ക്ലൈംബ് ആൻഡ് ജംപ് ടവർ കളിക്കാം ഗൈസ്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ പാർട്ടാവണമെങ്കിൽ ഒരു 4:30 നിങ്ങൾ ക്ലൈംബ് ആൻഡ് ജംപ് ടവർ, സാധാരണ ഇത് ഇവൻറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ ക്ലൈംബ് ആൻഡ് ജംപ് ടവറിൽ വന്നാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ പാർട്ടാവണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, അല്ലാത്തവർ എനിക്കൊന്നും പറയാനില്ല. നാളെ ഈവനിങ് 4:30 ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ പാർട്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ക്ലൈംബ് ആൻഡ് ജംപ് ടവറിൽ. $49K കേട്ടോ ഗൈസ് മണി. $3875 ആയുള്ളൂ ഗൈസ്. ലാഗ് അടിക്കുന്നു. 50K എടുത്തിട്ടോ. 50K എത്തി. ഗൈസ് 50K മണി കിട്ടിയിട്ടും 33.7K ആണ് ഗൈസ് കിട്ടിയുള്ളൂ. എന്ത് കഷ്ടമാണത്. 50K മണി കിട്ടിയതല്ലേ. ഇതിനെന്തോ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം.
ബോക്സ് കൊടുക്കണം ഗൈസ്. ഇനി ഇവിടെ കുറേ സംഭവം റോബക്സ് കൊടുത്ത് മേടിക്കാൻ കിട്ടും. ഇത് പെറ്റിനെ നമുക്ക് ഇവിടെ ഒന്ന് മേടിക്കാൻ കിട്ടും ഗൈസ്. നമ്മുടെ ബ്രെയിൻ റൂട്ട്സ്, അസാസിനോ കാപ്പിച്ചിനോ, പിന്നെ ടയർ പോലത്തെ എന്താ സംഭവം, തുങ് സാഹൂർ, ബെർബർ പത്താമി, പിന്നെ ഇത് ട്രാലെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. പിന്നെ ചക്രം വെച്ചുള്ളത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ പേര് ഞാൻ മറന്നു. സ്റ്റീലെ ബ്രെയിൻ റോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗൈസ് നമ്മുടെ സ്റ്റീലെ ബ്രെയിൻ റോട്ടിൽ തുങ് സാഹൂർ വീണ്ടും വന്നിരിക്കണം കേട്ടോ. അതിൻ്റെ ഈവൻ്റ് വീഡിയോ ഇന്നലെ കണ്ടിരുന്നു. നമ്മുടെ ന്യൂബ് മാസ്റ്ററിൻ്റെ ചാനൽ ഞാൻ കണ്ടിരുന്നു, ന്യൂ ബ്ലോഗ്സിൽ ഞാൻ കണ്ടിരുന്നു അതിൻ്റെ വീഡിയോ. ഹീസ് ബാക്ക് എന്നാണ് ഇവൻറ്റിൻ്റെ പേര് കേട്ടോ. തുങ് സാഹൂർ മറ്റേ ആ പുള്ളീനെ ഇവർ സാമി കളഞ്ഞതാണ് കേട്ടോ. നമ്മുടെ ഇതിൽ നിന്ന് സ്റ്റീലെ ബ്രെയിൻ റൂട്ടിൽ നിന്ന് ഡിലീറ്റ് ആക്കിയതാണ് തുങ് സാഹൂറിനെ. പിന്നീട് ഇത് വീണ്ടും തിരുമ്പി വന്നിരിക്കുന്നു. തുങ് സാഹൂർ മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് അത് റയറായിട്ടുള്ളൊരു ബ്രെയിൻ റൂട്ടായിരുന്നു. എപ്പിക്കായുടെ ബ്രെയിൻ റൂട്ടായിരുന്നു. അത് അത്രയ്ക്കും വലിയ കാശും തരണില്ല. ഓക്കെ, ഇപ്പോൾ വന്ന തുങ് സാഹൂർ അത്യാവശ്യം ഒരു ബ്രെയിൻ റോട്ട് ഗോഡ് ആണോ, ബ്രെയിൻ റോട്ട് ഗോഡൊക്കെ ആണ്. നമുക്ക് ഒരു സിനിമ കൂടി ചെയ്തിട്ട് വീഡിയോ നമുക്ക് ഒരു സിനിമ കൂടി ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ഇതെന്തോ ലാഗുള്ള ഗെയിമാണ് ഗൈസ്. 1 മിനിറ്റ്. ഓക്കെ, 7.22K മണി കറക്റ്റായിട്ട് കിട്ടാനിട്ട്. ഞാൻ നേരത്തെ 50K മണി കിട്ടിയപ്പോൾ എനിക്ക് 33K ആണ് കാണിച്ചത്. സോ ഇപ്പോൾ വന്നേക്കണ തുങ് സാഹൂർ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ റോട്ട് ഗോഡ് കണ്ടാണ് കേട്ടോ. അതേപോലെ നമുക്ക് ഫിഷിങ് സംഭവമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഈവൻ്റൊക്കെ വരാൻ പോകട്ടോ അതിൽ. പിന്നെ നമ്മൾ ഹൊറർ ഗെയിംസൊക്കെ ചെയ്യും കേട്ടോ. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രിസ്മസിൻ്റെ ഹൊറർ ഗെയിംസ് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. എനിക്ക് ഈ ഹൊറർ ഗെയിംസ് എന്ന് പറയുമ്പോൾ പണ്ടേ ഇച്ചിരി പേടിയുള്ള കാര്യങ്ങളാണ് ഗെയിംസ്. കാരണം ജംപ് സ്കെയറൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കുഴപ്പം. സോ ഈ സിനിമ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. $34K കഴിഞ്ഞിട്ടോ. ഇത് ഇന്ത്യ ഗേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല ഗൈസ്, ഇന്ത്യ ഗേറ്റിന് കുറച്ചും കൂടി മുകളിൽ എന്തൊരു വേറെ സംഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റ് ഒന്നല്ല. ഇത് ഈജിപ്തിലെ വേറെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈജിപ്തിലെ മെമ്മോറിയൽ പോലത്തെ എന്തോ സംഭവമാണ് അത്. ഇന്ത്യ ഗേറ്റ് അല്ലേ, ഇന്ത്യ ഗേറ്റിന് കുറച്ചും കൂടി പൊക്കം മുകളിൽ വേറെ സംഭവമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ 35K ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് തിരിച്ചു പോവാം.
110K സംതിങ് വേണ്ട നമുക്ക് അടുത്ത ഫ്ലിപ്പേഴ്സ് അൺലോക്ക് ചെയ്യാൻ. സോ നമുക്ക് 15Kയുടെ ഒരു മുട്ടയും കൂടി ഓപ്പൺ ചെയ്യാം. എപ്പിക്കാനുള്ള എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. വീണ്ടും മങ്കിയാണ് ഗൈസ്. മങ്കി ഒരു തവണ കിട്ടിയില്ല. ആക്സലോട്ട് എന്നൊരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എപ്പിക്കായിട്ട്. എക്കിപ്പ് ഇത് ബെസ്റ്റ്. സ്ലാമ്പിനെക്കാളും കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ ഏറ്റവും ബെസ്റ്റായുള്ള ഏറ്റവും കൂടുതൽ പൈസ തരുന്ന പെറ്റാണ് ഗൈസ്. ഫ്രണ്ടിൽ നിൽക്കുക, അത് ഈ മഞ്ഞ പിങ്ക് കളർ സാധനം നിൽക്കണില്ലേ അവിടെ. മങ്കി വലിയ കാര്യമാണ്. നമുക്ക് മങ്കീനെയും ബണ്ണീനെയും ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഏറ്റവും പൈസ തരുന്ന റയറായിട്ടുള്ള പെറ്റ്, റയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൈസ തരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള പെറ്റാണ് ഗൈസ് ഏറ്റവും മുമ്പിൽ വരാം. അതാണ് ആക്സലോട്ട്. നമുക്ക് കുറേ പൈസ തരുന്നു തോന്നുന്നു. ജസ്റ്റ് നമുക്കൊന്ന് സ്വിം ചെയ്തിട്ട് വരാം. ഓക്കെ, അത് എത്ര പൈസ നമുക്ക് ചെക്ക് ചെയ്യാം. ഒറ്റയടിക്ക് 10K കേട്ടോ, 15K. എത്ര സ്പീഡിലാണ് പൈസ കിടന്നൊക്കെ ഗൈസ്. പൈസ മണി. നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ നമുക്ക്, പക്ഷേ ഈ സ്പീഡ് പോരാ. ക്ലൈംബ് ആൻഡ് ജംപ് ടവറിൽ നമ്മുടെ കയ്യിൽ മോസ്റ്റ് റയറായിട്ടൊരു പെറ്റുണ്ട് കേട്ടോ. അതൊരു ഫോക്സ് പോലത്തെ സാധനമാണ് കേട്ടോ. ഞാൻ ക്ലൈംബ് ആൻഡ് ജംപ് ടവർ കളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒരു റെഡ് കളർ പെറ്റാണ്, ഒരു ഫയർ ഫോക്സ് പോലത്തെ ഒരു സാധനം. ഫോക്സ് ആണെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മാർക്ക് കേട്ടോ. ഏറ്റവും എപ്പിക് എന്ന് പറയുമ്പോൾ മോസ്റ്റ് റയറായിട്ടുള്ള നമ്മുടെ കയ്യിൽ വെച്ചും ഏറ്റവും റയറായിട്ടുള്ള പെറ്റാണ് കേട്ടോ കഴിച്ചത്. അത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്താണ് ആ പെറ്റിനെ. 56K. നമ്മുടെ ഫ്രണ്ട് നമുക്ക് ആ പെറ്റിനെ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല പുള്ളി എനിക്ക് അത്രയ്ക്ക് പെട്ടെന്നൊരു ഗിഫ്റ്റ് തരുന്നത്. അത് ക്ലൈംബ് ആൻഡ് ജംപ് ടവർ കളിക്കാൻ തുടങ്ങി 2ാമത്തെ ദിവസമാണ് ഗൈസ് നമുക്ക് ആ പെറ്റിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഞാൻ നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മുകളിലൊക്കെയാണ് ഗെയിം നറേറ്റർ. ഗെയിമിംഗ് 01 ആണ് കേട്ടോ നമ്മുടെ റോബ്ലോക്സിലെ ID. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഫ്രണ്ട് ആകണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. ഓക്കെ, സ്റ്റീൽ ബ്രെയിൻ റോട്ടിൽ ഒരു സംഭവം കണ്ടോ നിങ്ങൾക്ക്, കോഫി പിടിച്ചിട്ട് 4 പേര് വരുന്നത്, തുങ് സാഫറിൻ്റെ സംഭവം ഇട്ടത്. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഞാൻ ഈ ക്ലൈംബ് ആൻഡ് ജംപ് ടവർ കളിക്കാൻ തുടങ്ങി 2ാമത്തെ ഡേ ആണ് എനിക്ക് ആ പെറ്റിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ കയ്യിൽ വെച്ചും നമ്മുടെ കയ്യിൽ ഏറ്റവും റയറായിട്ടുള്ള പെറ്റാണ് കഴിച്ചത്.
അപ്പോൾ നമ്മൾ ഈ പാരീസിലെ ഐഫിൽ ടവറിനാണ് നമ്മൾ തുടങ്ങിയതൊക്കെ. അങ്ങനെ ന്യൂയോർക്കിലെ എംബസി സ്റ്റേറ്റ് ബിൽഡിംഗ് നമ്മൾ അൺലോക്ക് ചെയ്തു. ഈ ഷാങ്കായി ചൈനയിലെ എന്തൊരു സംഭവം നമ്മൾ അൺലോക്ക് ചെയ്തു. ഈ സംഭവം നമ്മുടെ ഗോക്കുവിൻ്റെ ഡ്രാഗൺ ടവറാണെന്നുണ്ട് ഗൈസ്. ഞാൻ ആ സംഭവത്തിൽ എന്തോ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ. പിന്നെ ലണ്ടനിലെ ബിഗ് ബെൻ, പിന്നെ ഒബ്ലിസ്ക്, അതായത് നമ്മുടെ ഈജിപ്തിലെ ഒരു മെമ്മോറിയലാണ് ഗൈസ് ഇത്. ഈജിപ്തിലെ ഫറോവയുടെ മെമ്മോറിയലാണ് ഗൈസ്, അത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ലീനിങ് ടവർ, പിസ ടവറാണ് ഗൈസ്. ലീനിങ് ടവറിന് പിന്നെ വേറെ പേരാണ്. പിന്നെ ബൂർജ് ഖലീഫ നമ്മൾ അൺലോക്ക് ചെയ്തു. പിക്സൽ വേൾഡ് അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടോക്കിയോ ടവർ നമ്മൾ അൺലോക്ക് ചെയ്തു. കോലാലംപൂറിലെ പെട്രോണാസ് ടവർ നമ്മൾ അൺലോക്ക് ചെയ്തു കേട്ടോ. പെട്രോണാസ് ടവർ ട്വിൻ ടവർ. ഓക്കെ, പെട്രോണാസ് ഒരു കമ്പനിയാണ് കേട്ടോ. മാത്രമല്ല മെഴ്സിഡീസിൻ്റെ F1 സ്പോൺസർ കൂടെയാണ് പെട്രോണാസ്. ഓക്കെ, നിങ്ങൾ F1 ഫാൻസ്, ഫോർമുല 1 ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെഴ്സിഡീസിൻ്റെ സ്പോൺസേഴ്സാണ്, മെയിനായുള്ള സ്പോൺസേഴ്സാണ് ഈ പെട്രോണാസ്. ഓക്കെ, പെട്രോണാസ് എന്ത് കമ്പനിയാണെന്ന് എനിക്ക് അറിയില്ല. ഐ തിങ്ക് ടെക്നോളജിക്കൽ കമ്പനിയാണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അടിച്ച് നോക്കാം പെട്രോണാസ് എന്താണെന്ന്. ഓക്കെ, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ എത്തി നിൽക്കണം. ഓക്കെ, നമുക്ക് ഹിമാലയാസ് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 50 മില്യൺ വേണം. നമ്മുടെ കയ്യിൽ 6 മില്യൺ ഉള്ളൂ. നമുക്ക് ഈ ടവർ കയറി ആകെ കിട്ടുന്നത് 500K ആണ്. ഇത് എത്ര തവണ കയറിയാലാണ് 50 മില്യൺ ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എല്ലാ ദിവസവും ഞാൻ ഈ ഗെയിം കളിക്കുന്നുണ്ട്. ഞാൻ പെറ്റ് ഞാൻ കാണിച്ചത്. ഓക്കെ, ഈ ഷൈനി ഫവർ ഔൾ എന്ന് പറഞ്ഞാൽ ഈ പെറ്റാണ് കേട്ടോ. 2.95 SS ആണ് ഗൈസ് ഈ പെറ്റ് നമുക്ക് തരുന്നത് സെക്കൻഡിൽ. ഓക്കെ, നമ്മുടെ കയ്യിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും റയറായിട്ടുള്ള പെറ്റാണ് ഗൈസ്. നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമുക്ക് ഈ പെറ്റ് ഗിഫ്റ്റ് ഇടുന്നത്. ഓക്കെ, പുള്ളിയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി, ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 6 മില്യൺ ആണ് ഗൈസ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ വിൻസ്. ഹിമാലയാസ് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 50 മില്യൺ ആണ് ഗൈസ് ഉണ്ട്. എത്ര തവണ കയറി ഇറങ്ങിയാലാണ് എനിക്കിത് കിട്ടാന്ന് അറിഞ്ഞൂടാ. ആകെ ഈ ടവറിന് മേലിൽ കയറി എനിക്ക് കിട്ടുന്നത് 500K ആണ് ഗൈസ്. ഈ 500K വെച്ച് ഞാൻ എന്ത് തേങ്ങ കാട്ടാണ് ഗൈസ്. ഈ 500K വെച്ചിട്ട് എനിക്ക് എന്ത് കാട്ടാനാണ് ഗൈസ്. 10 മില്യൺ എങ്കിലും കിട്ടുകയാണെങ്കിൽ നോ പ്രോബ്ലം. 5 തവണ കയറിയ 10 മില്യൺ കിട്ടാൻ 10 മില്യൺ വെച്ച് അപ്പോൾ 50 മില്യൺ ആവും. ആ 50 മില്യൺ വെച്ച് എനിക്ക് ഹിമാലയാസ് അൺലോക്ക് ചെയ്യാം. ഓക്കെ, നോ സീൻ. പക്ഷേ ഈ 500K വെച്ച് കിട്ടിയ എത്ര തവണ ഞാൻ കയറണം? ഒരു 100-150 വട്ടം കയറിയാൽ മാക്സിമം എനിക്ക് 50 മില്യൺ ആക്കാൻ പറ്റും കേട്ടോ. ഈ 50 മില്യൺ ട്രോഫി കിട്ടിയാൽ എനിക്ക് മൗണ്ട് എവറസ്റ്റ് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടൊറോണ്ടോയിലെ CN ടവർ 100 മില്യൺ, കെനഡി സ്പേസ് സെൻറ്റർ 500 മില്യൺ, നമ്മുടെ ബ്രസീലിലെ ക്രൈസ്റ്റ് ദ റെഡീമർ 1 ബില്യൺ, ഷാങ്ഹായ് ടവർ 5 ബില്യൺ, തായ്പേ 101 25 ബില്യൺ, താജ്മഹൽ 100 ബില്യൺ, ബൂർജ് അൽ അറബ് 500 ബില്യൺ, നമ്മുടെ സിഡ്നിയിലെ ഓപ്ര ഹൗസ് 2.5 ട്രില്യൺ, നമ്മുടെ അമേരിക്കയിലെ ഒരു ആർട്ട് വർക്കാണ് ഗൈസ് മൗണ്ട് റഷ്മോറിലെ കീസ്റ്റോൺ USA. മൗണ്ട് റഷ്മോർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ 4 അമേരിക്കൻ പ്രസിഡൻസിൻ്റെ ഫേസാണ് ഈ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞ സംഭവം. അതിലൊന്ന് ജോർജ് വാഷിങ്ടൺ ഉണ്ട്, പിന്നെ എബ്രഹാം ലിങ്കൺ ഉണ്ട്. ബാക്കി 2 പേരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കാകെ അവരെ മതം അറിയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപാണ്. ട്രംപ് 2ാമതാണ് ഗൈസ് USയുടെ പ്രസിഡൻ്റ് ആവുന്നത്. സോ ഞാൻ അധികം പറഞ്ഞു നീട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.